നമസ്കാരം, വെൽക്കം ടു KPSC 2.0. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കെമിസ്ട്രിയിലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്കറിയാം, നമ്മുടെ ബേസ് ശരിയാണെങ്കിൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കുവാനും പരീക്ഷയ്ക്ക് ഓർത്തെഴുതുവാനും നമ്മളത് ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. നമുക്കറിയാം, നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് തന്മാത്രകൾ കൂടിച്ചേർന്നാണ്. തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നതാകട്ടെ ആറ്റങ്ങൾ കൂടിച്ചേർന്നു. അപ്പോൾ ഈ ആറ്റം എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ആറ്റത്തെ നമുക്ക് വിഭജിക്കാൻ സാധിക്കുമോ? ഇനി അഥവാ അതിനെ വിഭജിച്ചാൽ എന്തൊക്കെയായിരിക്കും അതിൻ്റെ അകത്തുള്ളത്? ഈ കാര്യങ്ങൾക്കൊക്കെ ഉത്തരം നമുക്കിന്ന് കണ്ടെത്താം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ആറ്റത്തിൻ്റെ ഘടന. കുറച്ച് മുമ്പ് ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകാം. എന്താണ് ആറ്റം? ആറ്റം എന്ന് പറയുന്നത് ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ്. ആറ്റം എന്ന് പറയുന്നത് ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ്. അപ്പോൾ PSC പഠിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഡെഫിനിഷനേക്കാളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ഇതാര് കണ്ടുപിടിച്ചു എന്നതാണ്. ഒരു കാര്യം കണ്ടാൽ ഉറപ്പായിട്ടും നമ്മൾ ചോദിക്കുമല്ലേ, ഇതെങ്ങനെ വന്നു, ഇതാര് കണ്ടുപിടിച്ചു എന്ന്. അപ്പോൾ ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ എന്ന ശാസ്ത്രജ്ഞനാണ് ആറ്റം കണ്ടെത്തിയത്. പ്രശസ്തമായ അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചതും ഇദ്ദേഹം തന്നെയാണ്. ഇത് നമ്മളെ സംബന്ധിച്ച് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ, അറ്റോമിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ജോൺ ഡാൾട്ടൺ. എന്നാൽ അദ്ദേഹം ആറ്റത്തെ കണ്ടെത്തിയത് മാത്രമേ ഉള്ളൂ. നമ്മളിന്ന് യൂസ് ചെയ്യുന്ന ആറ്റം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് അദ്ദേഹമല്ല. പിന്നെ അതാരാണ്? ആറ്റം എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് ഓസ്വേർഡ് ആണ്. ആറ്റം എന്ന പദത്തിൻ്റെ അർത്ഥം വിഭജിക്കാൻ സാധിക്കാത്തതെന്നാണ്. ലാറ്റിൻ പദമായ ആറ്റമോസ് എന്ന വാക്കിൽ നിന്നുമാണ് ആറ്റം എന്ന പദം ഉത്ഭവിച്ചത്. ഇത് പല പരീക്ഷയ്ക്കും ചോദ്യമായി വന്നിട്ടുള്ളതാണ്. ആറ്റം എന്ന വാക്കിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ആ വാക്ക് ഏത് ഭാഷയിൽ നിന്ന് വന്നു എന്നത്. ലാറ്റിൻ പദമായ ആറ്റമോസ് എന്ന വാക്കിൽ നിന്നുമാണ് ആറ്റം എന്ന പദം ഉത്ഭവിച്ചത്. ആറ്റം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ഓസ്വേർഡ് ആണ്. ആറ്റം എന്ന വാക്കിൻ്റെ അർത്ഥം വിഭജിക്കാൻ സാധിക്കാത്തത്. ആ വാക്ക് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആറ്റത്തെ വിഭജിക്കാൻ സാധിക്കില്ല എന്നായിരുന്നു 1800-കൾ വരെ ശാസ്ത്രലോകം വിശ്വസിച്ചത്. എന്നാൽ ശാസ്ത്രം വളർന്നു, ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി എന്ത്? ആറ്റത്തെ നമുക്ക് ഇനിയും വിഭജിക്കാൻ സാധിക്കുമെന്ന്. അങ്ങനെ ആറ്റത്തിൻ്റെ ഉള്ളറകളിലേക്ക് നമുക്കിനി പഠിക്കാം. ആറ്റത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ ഘടന എന്താണ് എന്ന് നമുക്കിനി നോക്കാം. ആറ്റത്തിൻ്റെ മാതൃക ഏറ്റവും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന മാതൃകയാണ് സൗരയൂഥ മാതൃക, അതായത് നമ്മുടെ സോളാർ സിസ്റ്റം. ജസ്റ്റ് ആറ്റം നമ്മുടെ സോളാർ സിസ്റ്റം പോലെയാണെന്ന് ഒന്ന് ഓർക്കാം. അതായത് സോളാർ സിസ്റ്റത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് സൂര്യനാണ്. അതുപോലെ തന്നെ ഒരാറ്റത്തിൻ്റെ കേന്ദ്രത്തെയാണ് നമ്മൾ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. ആറ്റത്തിൻ്റെ കേന്ദ്രമാണ് ന്യൂക്ലിയസ്. ആറ്റത്തിൻ്റെ സ്ട്രക്ചർ പറയുവാണെങ്കിൽ ആറ്റത്തിൻ്റെ ഭൂരിഭാഗം സ്ഥലവും ശൂന്യമാണ്. ആറ്റത്തിൻ്റെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്ന ആ മധ്യഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കണം അല്ലേ, ആരാണ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്? ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് എന്ത്? ആറ്റത്തിൻ്റെ ഭൂരിഭാഗം സ്ഥലം ശൂന്യമാണെന്നും അതിൻ്റെ മാസ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണെന്നും. അപ്പോൾ ന്യൂക്ലിയസിനെ പറ്റി നമ്മൾ ഇത്ര മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. എന്ത്? ആറ്റത്തിൻ്റെ കേന്ദ്രമാണ് ന്യൂക്ലിയസ് എന്നും ന്യൂക്ലിയസ് കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണെന്നും. ഇനി ആറ്റത്തിനുള്ളിൽ വേറെ 3 പേരെ കൂടി നമുക്ക് കാണാൻ കഴിയും പ്രധാനമായിട്ട്. അവരാരൊക്കെയാണ്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഇവരെക്കുറിച്ച് നമുക്ക് കുറച്ച് വിശദമായി തന്നെ പഠിക്കണം. കാരണം ഇത് കെമിസ്ട്രിയിലെ ആറ്റത്തിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഇവരെവിടെയൊക്കെ കാണുന്നു എന്ന് ആദ്യം പഠിക്കാം. പ്രോട്ടോണും ന്യൂട്രോണും എവിടെ കാണുന്നു എന്ന് ചോദിച്ചാൽ അത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് കാണുന്നത്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ കാണുന്ന 2 മൗലിക കണങ്ങളാണ് ഏതൊക്കെ? പ്രോട്ടോണും ന്യൂട്രോണും. എന്നാൽ ഇലക്ട്രോൺ സൗരയൂഥത്തിൽ, അതായത് സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ഇങ്ങനെ വലയം വെക്കുന്നത് പോലെ
ന്യൂക്ലിയസിന് ചുറ്റും നിശ്ചിത ഓർബിറ്റലുകളിൽ ഇലക്ട്രോൺ വലയം വെക്കുന്നു. ഈ ഓർബിറ്റുകൾ എന്താണ്, ഓർബിറ്റൽ എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായി പരിചയപ്പെടാം. ഇപ്പോൾ ഇത്ര മാത്രം ഓർത്തിരിക്കുക, സൗരയൂഥ മാതൃക പോലെ തന്നെ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനെ ചുറ്റി വലയം വെക്കുന്നവയാണ് ഇലക്ട്രോണുകൾ. ഇനി നമുക്ക് ഇലക്ട്രോൺ എന്താണെന്ന് നോക്കാം. ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ്. ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് പ്രോട്ടോണെ ന്യൂട്രോണെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ നെഗ്ലിജിബിൾ ആയ മാസാണ് ഇലക്ട്രോണിനുള്ളത്. പക്ഷേ ഇലക്ട്രോണിൻ്റെ ചാർജ് ഒന്ന് ഓർത്തിരിക്കണം, ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് മൈനസ്, അതായത് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ടാണ് മൈനസ് എന്ന് സൂചിപ്പിക്കുന്നത്. മൈനസ് 1.6 × 10⁻⁻19 കൂളംബാണ് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺ എവിടെയാണ്? ന്യൂക്ലിയസിന് ചുറ്റും നിശ്ചിത ഓർബിറ്റലുകളിൽ ഇലക്ട്രോൺ ഇങ്ങനെ അതിനെ വലയം വെച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്? ഇലക്ട്രോൺ കണ്ടെത്തിയത് J.J. തോംസൺ ആണ്. അദ്ദേഹം ഈ കണ്ടെത്തലിലേക്ക് വന്ന പ്രധാനപ്പെട്ട പരീക്ഷണമുണ്ട്. ആ പരീക്ഷണത്തിൻ്റെ പേരാണ് കാഥോഡ് റേ എക്സ്പെരിമെൻറ്റ്. കാഥോഡ് റേ എക്സ്പെരിമെൻറ്റിൽ കൂടി J.J. തോംസൺ ആണ് ഇലക്ട്രോണെ കണ്ടെത്തിയത്. ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു ആറ്റത്തിനുള്ളിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ്. ഇത്രയും കാര്യം ഓർത്തിരിക്കുക. ഇനി വീണ്ടും അടുത്ത ആൾ നമുക്ക് പരിചയപ്പെടാം. അടുത്ത ആളാണ് പ്രോട്ടോൺ. പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ P ഫോർ പോസിറ്റിവിറ്റി. ഒരാൾ പുറത്ത് നെഗറ്റീവായിട്ട് നിൽക്കുമ്പോൾ അതിനെ ന്യൂട്രലാക്കാൻ വേണ്ടി ന്യൂക്ലിയസിനുള്ളിൽ പോസിറ്റീവായുള്ളൊരു കണമുണ്ട്, അതാണ് പ്രോട്ടോൺ. പ്രോട്ടോൺ എവിടെ കാണുന്നു? ന്യൂക്ലിയസിനുള്ളിൽ കാണുന്നു. പ്രോട്ടോൺ, അപ്പോൾ നമ്മൾ ചോദിക്കും പ്രോട്ടോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? പ്രോട്ടോണിനെ കണ്ടെത്തിയതും ന്യൂക്ലിയസ് കണ്ടെത്തിയതും ഒരേ ആളാണ്. ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. പ്രോട്ടോണിൻ്റെ ചാർജ് ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്താണ്? പോസിറ്റീവാണ്. അപ്പോൾ ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ സെയിം ചാർജ് പക്ഷെ പോസിറ്റീവ്. എങ്ങനെയായിരിക്കും അപ്പോൾ? 1.6 × 10⁻⁻19 കൂളംബാണ് ഒരു പ്രോട്ടോണിൻ്റെ ചാർജ്. ഒരാറ്റത്തിനുള്ളിൽ ഇലക്ട്രോണിൻ്റെ എണ്ണവും പ്രോട്ടോണിൻ്റെ എണ്ണം എപ്പോഴും തുല്യമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ആറ്റം എപ്പോഴും എന്തായി നിൽക്കുന്നത്? ഇലക്ട്രിക്കലി ന്യൂട്രലായിട്ട് നിൽക്കുന്നത്. ഈ ഇലക്ട്രോണിൻ്റെ എണ്ണം അല്ലെങ്കിൽ പ്രോട്ടോണിൻ്റെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അറ്റോമിക് നമ്പർ എന്ന് വിളിക്കുന്നത്. പക്ഷെ കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇങ്ങനെ പഠിച്ചാൽ മതി. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെ എണ്ണമാണ്. കാരണം ഇലക്ട്രോണുകളാണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. അപ്പം ചിലപ്പോൾ ഇലക്ട്രോണുകളെ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിച്ചു വെക്കുക, അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ആ ആറ്റത്തിനുള്ളിലെ പ്രോട്ടോണിൻ്റെ എണ്ണമാണ്. അതായത് ഉദാഹരണം നമ്മൾ പറയുവാണെങ്കിൽ ഹൈഡ്രജൻ ആറ്റം, ഏറ്റവും സിമ്പിളായിട്ടുള്ള അറ്റോമിക് നമ്പർ 1. അപ്പോൾ അവിടുത്തെ ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണുമായിരിക്കും ആ ഹൈഡ്രജൻ ആറ്റത്തിൽ ഉള്ളത്. ഹീലിയം ആണെങ്കിൽ രണ്ടാമത്തേത്. അപ്പോൾ 2 ഇലക്ട്രോണും 2 പ്രോട്ടോണുമായിരിക്കും അതിലുണ്ടാവുന്നത്. ഇനി പ്രോട്ടോണിന് 2 വിശേഷണങ്ങൾ കൂടിയുണ്ട്, അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. പ്രോട്ടോണിനെയാണ് നമ്മൾ ഒരാറ്റത്തിൻ്റെ ഫിംഗർ പ്രിൻറ്റ് അല്ലെങ്കിൽ ഒരാറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് എന്ന് വിളിക്കുന്നത്. എന്തിനെയാണ്? പ്രോട്ടോണിനെയാണ്. പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് പ്രോട്ടോൺ കണ്ടെത്തിയത്. പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവാണ്. ചാർജ് എന്ന് പറയുന്നത് 1.6 × 10⁻⁻19 കൂളംബാണ്. പ്രോട്ടോൺ ആണ് ഒരു ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് അല്ലെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ ഫിംഗർ പ്രിൻറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നതും എന്താണ്? പ്രോട്ടോൺ തന്നെയാണ്. ഇനി അടുത്തൊരാൾ കൂടി ഉണ്ടല്ലേ, ന്യൂട്രോൺ. ആ ന്യൂട്രോണിൻ്റെ പേര് പറയുന്ന പോലെ ആള് ന്യൂട്രൽ ആണ്. ഒരാറ്റത്തിനുള്ളിലെ ന്യൂട്രൽ ആയിട്ടുള്ള കണമാണ് എന്ത്? ന്യൂട്രോൺ. ന്യൂട്രോൺ കാണുന്നത് എവിടെയാണ്? ഓൾറെഡി നമ്മൾ പറഞ്ഞു, അത് ന്യൂക്ലിയസിനുള്ളിലാണ് ന്യൂട്രോണെ കാണുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം അല്ലേ, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് എന്ന ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ ന്യൂട്രോണിനെ പറ്റി ഇത്ര ഓർത്തിരിക്കാം. ന്യൂട്രോൺ എന്ന് പറയുന്നത് ചാർജ് ഇല്ലാത്ത കണമാണ്, ന്യൂക്ലിയസ് കാണുന്നു, കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്. ഇത്രയുമാണ് ഇലക്ട്രോണേയും പ്രോട്ടോണേയും കുറിച്ച് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ചില ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് എപ്പോഴും വന്ന് കണ്ടിട്ടുണ്ട്. ഇനി അറ്റോമിക് നമ്പർ എന്താണെന്നും അറ്റോമിക് മാസ് എന്താണെന്നും കൂടി നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അറ്റോമിക് നമ്പർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്ത്? പ്രോട്ടോണിൻ്റെ എണ്ണത്തെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അറ്റോമിക് മാസ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അറ്റോമിക് മാസ് എന്ന് പറയുന്നത്
പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണത്തെയാണ് നമ്മൾ അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ചില സമയത്ത് നമുക്ക് അറ്റോമിക് നമ്പർ തന്ന് പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണം കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും എണ്ണം തന്ന് ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ, അറ്റോമിക് മാസ് കണ്ടുപിടിക്കാൻ, അങ്ങനെ പല രീതിയിലും ചോദ്യങ്ങൾ കണ്ടുവന്നിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഈ ഭാഗം. ജസ്റ്റ് എൻ്റെ ബേസിക് ഒന്ന് മനസ്സിലാക്കിയിരുന്ന ആർക്കും ഇതിന് ഉത്തരങ്ങൾ എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ബേസിക് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇലക്ട്രോണും പ്രോട്ടോണും എന്താണെന്ന്, അത് കണ്ടുപിടിച്ചത് ആരാണെന്ന്, അതിൻ്റെ ചാർജ് എന്താണെന്നും ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്.